ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ പ്രധാന ആയുധം ടെക്നോളജിയാണ്. ആരാണോ ഏറ്റവും പുതിയ ഡിഫൻസ് ടെക്നോളജിയിൽ മാസ്റ്റർ ചെയ്യുന്നത് അവർക്ക് എപ്പോഴും പോർമുഖങ്ങളിൽ ആധിപത്യമുണ്ടാകും. ടെക്നോളജിയും ആധുനിക ആയുധങ്ങളും കൈവശമുണ്ടായിട്ട് മാത്രം കാര്യമില്ല. അവ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കാൻ കൂടി കഴിഞ്ഞാലേ ഏത് ടെക്നോളജിയും പ്രയോജനപ്പെടുകയുള്ളൂ എന്നുകൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചത്. റഷ്യ നിർമ്മിച്ച S-400 അവർക്ക് പോലും സാധിക്കാത്ത കൃത്യതയോടെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ ലോകം അമ്പരന്നുപോയി എന്നതാണ് വാസ്തവം. ടെക്നോളജി, അവയിലെ വൈദഗ്ധ്യം എല്ലാം കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ട വിസ്മയമാക്കിയത്. അത് സാധിച്ച ഇന്ത്യയുടെ ആവനാഴിയിലേക്ക് മറ്റൊരു വമ്പൻ ആയുധം കൂടി എത്തുകയാണ്. അതാണ് കുശ. നമുക്കിന്ന് പ്രോജക്റ്റ് കുശയെപ്പറ്റി സംസാരിക്കാം. നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധുനിക വിമാനങ്ങളും ബാലിസ്റ്റിക്, ക്രൂയിസ്, ഹൈപ്പർസോണിക് മിസൈലുകളുമൊക്കെയാണ് ആധുനിക കാലത്തെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ. ഇവയെല്ലാം വലിയ വേഗതയിൽ പറക്കുന്നത് കൊണ്ട് തടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. റഡാറുകളിൽ തെളിയുമെങ്കിലും ഇവയുടെ മാരകമായ വേഗത കാരണം എന്തെങ്കിലും പ്രതിരോധ നടപടി സ്വീകരിക്കും മുമ്പ് സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. ഇതിപ്പോൾ 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ കൂടി കാലമാണ്. സാധാരണ റഡാറുകൾക്ക് ഇവയെ കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. അതൊരു പോർവിമാനമാണ് എന്നറിഞ്ഞു വരുമ്പോഴേക്കും നിസ്സഹായമായി നോക്കി നിൽക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. വൻ വേഗത്തിൽ പറക്കുന്ന മിസൈലുകളുടെ കാര്യമാണെങ്കിൽ പറയുകയും വേണ്ട. വലിയ സൈനിക ശക്തികളുടെ എല്ലാം കയ്യിൽ ഇത്തരം ഭീകരമായ സംഹാരശേഷിയുള്ള ആയുധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവയെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വൻ വേഗത്തിൽ പറക്കുന്ന ഒരു വിമാനത്തെ തിരിച്ചറിഞ്ഞാൽ എന്താണ് ചെയ്യുക? ഭൂമിയിൽ നിന്നോ മറ്റൊരു വിമാനത്തിൽ നിന്നോ കപ്പലിൽ നിന്നോ ഒരു പ്രതിരോധ മിസൈൽ തൊടുത്താൽ അടുത്തെത്തുമ്പോഴേക്കും മറ്റേ യഥാർത്ഥ മിസൈൽ പറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ അവ എങ്ങനെ പറന്നാലും പിന്തുടർന്ന് നശിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായേ പറ്റൂ. അതുമല്ല, തൊടുക്കുന്ന മിസൈലിന് അവയുടെ ലക്ഷ്യം ഏതാണോ അതൊരു മിസൈലായിരിക്കുമല്ലോ, അതിനേക്കാൾ വളരെ കൂടിയ വേഗതയും കൃത്യതയും കൂടി ഉണ്ടാകണം. കൃത്യമായ റഡാർ മാപ്പിംഗ്, ലക്ഷ്യത്തെ തിരിച്ചറിയൽ, ലക്ഷ്യം ചലിച്ചുകൊണ്ടിരിക്കുകയായതുകൊണ്ട് ഓരോ സെക്കൻഡിലെയും അതിൻ്റെ സ്ഥാനം തിരിച്ചറിഞ്ഞ് ഗൈഡ് ചെയ്യൽ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകളെയും വിമാനങ്ങളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയുന്നത്. 1990 ഗൾഫ് യുദ്ധവേളയിലാണ് ഇങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ കാര്യക്ഷമത തിരിച്ചറിയുന്നത്. ഇറാഖിൽ നിന്നും റിയാദിനെയും ടെല്ലവീവിനെയും ഒക്കെ ലക്ഷ്യമാക്കി തൊടുത്ത സ്കഡ് മിസൈലുകളെ അമേരിക്കയുടെ പേട്രിയറ്റ് മിസൈലുകൾ നിലം തൊടുന്നതിന് മുമ്പ് തന്നെ തകർക്കുന്ന ദൃശ്യങ്ങൾ അന്ന് അത്ഭുതത്തോടെയാണ് കണ്ടത്. പിന്നീട് അമേരിക്കയുടെ തന്നെ താഡ്, ഇസ്രയേലിൻ്റെ അയൺ ഡോം എല്ലാം കഴിവ് തെളിയിച്ച എയർ ഡിഫൻസ് സിസ്റ്റങ്ങളാണ്. പക്ഷേ ഇക്കൂട്ടത്തിലെ കിരീടം വെക്കാത്ത ചക്രവർത്തി റഷ്യയുടെ S-400 തന്നെയാണ്. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ, 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നിവ ഒഴിച്ചുള്ള ഏതു പറക്കും ലക്ഷ്യങ്ങളെയും തകർക്കാൻ ഇവന് ശേഷിയുണ്ട്. ഇതിനിടയിൽ മാരക പ്രഹരശേഷിയുള്ള ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ ഇന്ത്യയും വികസിപ്പിച്ചു. അഗ്നി, പൃഥ്വി എന്നീ സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രൗഢിക്ക് മുന്നിൽ ഇവനെപ്പറ്റി അധികമാരും ശ്രദ്ധിച്ചില്ല എന്നതാണ് വാസ്തവം. 40 കിലോമീറ്റർ അകലെയുള്ള ഏത് മിസൈലിനെയും പോർവിമാനത്തെയും തകർക്കാൻ ഇവൻ സമർത്ഥനാണ്. ഇവൻ്റെ കരുത്തെന്താണെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിക്കപ്പെടുകയും ചെയ്തു. ചൈനയുടെ J-10 വിമാനം, P-15 മിസൈലുകൾ എല്ലാം തകർത്തത് ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഇങ്ങനെ ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ കഴിവ് തെളിയിച്ചപ്പോഴാണ് ഈ മേഖലയിലും ഇന്ത്യയുടെ മിടുക്ക് ലോകം തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ ചെലവ് കുറഞ്ഞ കാര്യക്ഷമമായ ആകാശ് സിസ്റ്റത്തിന് വേണ്ടി അനേകം ലോകരാജ്യങ്ങൾ ഓർഡർ നൽകിയിട്ടുണ്ട്. ആകാശ് ഇസ്രയേലുമായി സംയുക്തമായി വികസിപ്പിച്ച ബരാഖ്, S-400 എന്നിവ സംയുക്തമായി ആകാശ് ധീർ എന്ന ഒറ്റ കമാൻഡിൻ്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ ഇവയുടെ എല്ലാം പ്രഹരശേഷി അനേകം ഇരട്ടിയായി. ഇവിടെയാണ് കുതിരയ്ക്ക് കൊമ്പ് മുളച്ച പോലെ
കുശ വരാൻ പോകുന്നത്. ഇപ്പറഞ്ഞ ഒരു സിസ്റ്റത്തിനും സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താനുള്ള ശേഷിയില്ല. ഇനിയുള്ള കാലമാണെങ്കിൽ സ്റ്റെൽത്ത് വിമാനങ്ങളുടെയും സ്റ്റെൽത്ത് മിസൈലുകളുടെയും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിൽ ഒരു പഴുത് അവശേഷിക്കുന്നുണ്ട്. അങ്ങനെ 150-350 കിലോമീറ്റർ ദൂരപരിധിയിൽ വരുന്ന സ്റ്റെൽത്ത് വിമാനങ്ങൾ അടക്കമുള്ള സർവ്വ പറക്കും വസ്തുക്കളെയും കുശ കണ്ടെത്തി നശിപ്പിച്ചിരിക്കും. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടുക, ആയുധക്കയറ്റുമതിയിലൂടെ സാമ്പത്തികമായി മെച്ചപ്പെടുക എന്ന ദീർഘലക്ഷ്യങ്ങൾ കൂടി കണ്ടുകൊണ്ടാണ് പ്രോജക്റ്റ് കുശയും വികസിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റഷ്യയുമായി മികച്ച ബന്ധത്തിലാണ്. അവർ നമുക്ക് S-400 തന്നു, നാളെ S-500 തരും. പക്ഷേ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഇനി ഇന്ത്യക്ക് ഒന്നും കൊടുക്കേണ്ട എന്നവർ തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ ഏറ്റവും മികച്ച ടെക്നോളജി സ്വന്തമായി ഡെവലപ്പ് ചെയ്ത് ഉപയോഗിക്കുക എന്നത് നേരത്തെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെയൊരു വലിയ ലക്ഷ്യവും കുശ പ്രോജക്റ്റിനുണ്ട്. അമേരിക്കയുടെ താടിനേക്കാളും മികച്ച റഷ്യയുടെ S-400 കിടപിടിക്കുന്ന കിടയറ്റ സിസ്റ്റമാണ് കുശ. അതായത് നാളെ S-400 സ്പെയറുകൾ കിട്ടിയില്ല എങ്കിലും കുശ ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. 3 തരത്തിലുള്ള മിസൈലുകളാണ് കുശയിലുള്ളത്. 150 കിലോമീറ്റർ റേഞ്ചുള്ള M1, 250 കിലോമീറ്റർ റേഞ്ചുള്ള M2, 350 കിലോമീറ്റർ റേഞ്ചുള്ള M3. പറന്നെടുക്കുന്ന ഭീഷണി ഏതാണോ അവയുടെ വേഗതയും സ്വഭാവവും എന്തെന്ന് കുശയിലെ റഡാറുകൾ AI സഹായത്തോടെ കൃത്യമായി ഡിറ്റക്റ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള മിസൈലുകൾ തുടുക്കും. IR അഥവാ ഇൻഫ്രാറെഡ്, അതുപോലെ റേഡിയോ ഫ്രീക്വൻസി, ഈ സീക്കേഴ്സ്, കാരണം മിസൈലുകളുടെയും വിമാനങ്ങളുടെയും ഒക്കെ സ്ഥാനവും അവയെ മിസൈലുമായി ലോക്ക് ചെയ്യാനുള്ള 2 സംവിധാനങ്ങളാണ് ഈ പറഞ്ഞ റേഡിയോ ഫ്രീക്വൻസിയും ഇൻഫ്രാറെഡ് സിസ്റ്റവും. ഇൻഫ്രാറെഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന ചൂട്, ഹീറ്റ്, ആ ഹീറ്റിനെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോവുക എന്നുള്ളതാണ്. അത് എങ്ങനെ പോയാലും അതിൻ്റെ പിന്നാലെ തന്നെ പോകും. പക്ഷേ ഈ IR സിസ്റ്റത്തിനെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. കൂടുതൽ ചൂടുള്ള വസ്തുക്കൾ ആ വിമാനത്തിൽ നിന്നോ ആ വസ്തുവിൽ നിന്നോ ഡ്രോപ്പ് ചെയ്താൽ ഈ മിസൈൽ അതിൻ്റെ പുറകെ പോകും. അതുകൂടി കണക്കാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് റേഡിയോ ഫ്രീക്വൻസി സീക്കറും കൂടി വെച്ചിരിക്കുന്നത്. അതിൽ നിന്നുള്ള റേഡിയോ ഫ്രീക്വൻസിയെ ഫോളോ ചെയ്താണ് ഈ റേഡിയോ ഫ്രീക്വൻസി സീക്കർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ഇൻഫ്രാറെഡ്, റേഡിയോ ഫ്രീക്വൻസി, ഈ 2 സീക്കേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് കുശ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ സീക്കേഴ്സിൻ്റെയും കുശയുടെ റഡാറുകളുടെയും ഇത് ആകാശും ബറാക്കും S-400 ഉൾപ്പെട്ട ആ ആകാശ് തീർ സിസ്റ്റത്തിലേക്ക് ഈ കുശ കൂടി ചേർന്ന് ആകാശം മുഴുവൻ പഴുതടച്ച കോട്ട കിട്ടും. ശത്രുവിന് ചിന്തിക്കാൻ പോലും ആകാത്ത ആകാശ സുരക്ഷയാണിത്. അല്ല, ഇതെന്നാണ് ഇനി കിട്ടാൻ പോവുക? സുഹൃത്തുക്കളെ, 2023 കുശ പ്രോജക്റ്റിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. DRDO വികസിപ്പിക്കുന്ന സിസ്റ്റം നിർമ്മിക്കുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അഥവാ BEL ആണ്. 21,700 കോടി രൂപ ചിലവിൽ 4 കുശ സിസ്റ്റത്തിന് സൈന്യം ഓർഡർ നൽകിക്കഴിഞ്ഞു. ആദ്യ പ്രോട്ടോടൈപ്പ് ഈ വർഷം, അതായത് 2025 അവസാനത്തോടുകൂടി കൈമാറും. 2027-28 പൂർണ്ണമായും കുശ സൈന്യത്തിൻ്റെ ഭാഗമാകും. ഒരു ഡിഫൻസ് പർച്ചേസിൻ്റെ കാര്യത്തിൽ ഇത് ഏറ്റവും കുറഞ്ഞ കാലയളവാണ്. സാധാരണഗതിയിൽ ഒരു ഡിഫൻസ് പർച്ചേസിൻ്റെ പ്ലാനിങ് മുതൽ അത് എൻ്റെ ഇൻഡക്ഷൻ വരെ ഒരു 10 വർഷത്തോളം എടുക്കും സാധാരണഗതിയിൽ, പ്രത്യേകിച്ച് വലിയ സിസ്റ്റങ്ങൾ. എന്നാൽ ഇത് ഈ ചെറിയ കാലയളവിൽ നടക്കുകയാണ്. വലിയ പ്രോജക്റ്റാണ്. 21,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല. ഒരു പ്രോജക്റ്റ് സമർപ്പിച്ച് പതിറ്റാണ്ടുകളോളം കാത്തിരുന്ന് അവസാനം അത് കാലഹരണപ്പെട്ട് കഴിയുമ്പോൾ അംഗീകാരം കിട്ടി ശതകോടികൾ പാഴായി പോകുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു കൂട്ടുകാരെ. ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ബ്രഹ്മോസിൻ്റെ വേഗതയിലാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വയ്ക്കുക, വിമർശിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.